Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓവർറൈഡിംഗ് എന്താണെന്നാണ്. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ മെത്തേഡ് ഓവർറൈഡിംഗ് എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു പാരന്റ് ക്ലാസ്സിലെ മെത്തേഡിനെ അതിൻ്റെ ചൈൽഡ് ക്ലാസ്സിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പാരന്റ് ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിക്കോട്ടെ, അത് ചൈൽഡ് ക്ലാസ്സിൽ ഒരു മാറ്റവും ഇല്ലാതെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനാണ് മെത്തേഡ് ഓവർറൈഡിംഗ് എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണെന്നൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓവർറൈഡ് എക്സാമ്പിൾ എന്ന് കൊടുക്കാം. ഡോണ്ട് ക്രിയേറ്റ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. സിംഗിൾ ഇൻഹെറിറ്റൻസ് വെച്ചാണ് ഞാനിപ്പോൾ ഇത് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ എക്സാമ്പിൾ കാണിച്ചത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഈ ഇമേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു, ഒരു ബേസ് ക്ലാസ്സിനെ ഒരു ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് എ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്സാമ്പിൾ ഓവർറൈഡ് കൊടുക്കാം, വോയിഡ് മെയിൻ ടിക്ക് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു മെയിൻ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ക്ലാസ് എയും ക്ലാസ് ബിയും. അപ്പം നമുക്കത് എഴുതാം. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ക്ലാസ് എ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അതിനകത്തൊരു മെത്തേഡ് കൊടുക്കുകയാണ്, വോയിഡ് ഷോ. ഒരു മെത്തേഡ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് സിസ് ഔട്ട് ചെയ്യുകയാണ് ഇൻ ക്ലാസ് എ. അപ്പം ഞാൻ എന്താണ് ക്ലാസ് ബി എഴുതുകയാണ്, ക്ലാസ് ബി. ഇനി ഇതാ ഈ പടം ശ്രദ്ധിച്ചല്ലോ, ബി എന്ന് പറയുന്നത് എ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എക്സ്റ്റെൻസ് കീവേഡ് കൊടുക്കും അല്ലേ. എക്സ്റ്റെൻസ് എ എന്ന് കൊടുക്കണം. ഇപ്പോൾ ബി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ മെത്തേഡ് തന്നെ വോയിഡ് ഷോ എന്ന് പറഞ്ഞ മെത്തേഡ് എനിക്ക് ക്ലാസ് ബിയിലും ഉണ്ടെന്ന് വിചാരിക്കാം. വോയിഡ് ഷോ. ഇനി അതിനെ അതിനകത്ത് ഞാൻ സിസ് ഔട്ട് ചെയ്യാണ്, സിസ് ഔട്ട് ഇൻ ക്ലാസ് ബി. സിസ് ഔട്ട് ചെയ്യാണ്. ഇപ്പോൾ അതാ എനിക്ക് ഒരേ മെത്തേഡ് തന്നെ എൻ്റെ ബേസ് ക്ലാസ്സിലും ഉണ്ട്, എൻ്റെ സബ് ക്ലാസ്സിലും ഉണ്ട്. വോയിഡ് ഷോ ഒരു വ്യത്യാസവും ഇല്ല, അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു. പാരാമീറ്റേഴ്സിലും ഒന്നും വ്യത്യാസമില്ല. പക്ഷേ അതിനകത്ത് സിസ് ഔട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഇൻ ക്ലാസ് എ, ഇൻ ക്ലാസ് ബി. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ ഷോ എന്ന് പറഞ്ഞ മെത്തേഡിലോട്ട് ആക്സസ് കാണും. പക്ഷേ അപ്പോൾ അത് ഇൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അല്ലേ വരത്തുള്ളൂ. എനിക്കപ്പോൾ ഈ ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെ ഇവിടെയും വേണം. എന്നിട്ട് അതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൊടുത്തിരിക്കുകയാണ്, ഇൻ ക്ലാസ് ബി. ഓക്കെ, ഇനി നമ്മളിതിനെ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ വന്നിട്ട് എൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഞാൻ ബിയുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ബി ഈക്വൽസ് ന്യൂ ബി. എന്നിട്ട് വിളിക്കുകയാണ് ബി ഡോട്ട് ഷോ. ഇപ്പം ഇങ്ങനെ വിളിക്കുമ്പോൾ ഇത് ഏത് ഷോ ആയിരിക്കും കോൾ ചെയ്യുക. ഇപ്പോൾ ബിക്കകത്തൊരു ഷോ ഉണ്ട്, ബി ആണെങ്കിൽ എ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമുണ്ട്, അതിനകത്തൊരു ഷോ ഉണ്ട്. ഇത് ഏത് ഷോ മെസ്സേജിനായിരിക്കും കോൾ ചെയ്യുക. നമുക്കിതിപ്പോൾ റൺ ചെയ്ത് നോക്കാം. ഇൻ ക്ലാസ് ബി, ക്ലാസ് ബിക്കകത്തുള്ള ഷോയെയാണ് അത് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളൊരു മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് ആ മെത്തേഡ് അതിൻ്റെ ബേസ് ക്ലാസ്സിലും ഉണ്ട്, അതിൻ്റെ സ്വന്തം ക്ലാസ്സിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ JVM കൺഫ്യൂസ്ഡ് ആവും ഏത് ഷോ വിളിക്കണമെന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ, ഷോ എന്ന് വിളിക്കുകയാണെങ്കിൽ കമ്പൈലറിന് കൺഫ്യൂഷൻ ഒന്നും വരില്ല. കാരണം ബിയുടെ ഒബ്ജക്റ്റ് അല്ലേ ഉണ്ടാക്കിയത്, ബിക്കകത്ത് ഷോ വിളിച്ചാൽ മതി. പക്ഷേ ഇത് ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഏത് ഷോയെ വിളിക്കണം എന്നുള്ളത് കമ്പൈലറിനൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതെന്ത് ചെയ്യും, പ്രിഫറൻസ് ഒബ്ജക്റ്റിന് കൊടുക്കും. അതായത് ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കും. ഇപ്പോൾ ബിയുടെ ഒബ്ജക്റ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്തത്, അപ്പോൾ അതിനകത്തെ ഷോയ്ക്കായിരിക്കും അത് പ്രിഫറൻസ് കൊടുക്കുക. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇൻ ക്ലാസ് ബി എന്ന് പ്രിൻ്റ് ആയത്. ഇതിനാണ് നമ്മൾ ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു ബേസ് ക്ലാസ്സിലും സബ് ക്ലാസ്സിലും ഒരേ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ കൺഫ്യൂസ്ഡ് ആവും ഏതിനാണ് കോൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അത് നോക്കും. അപ്പോൾ അതിനെ കോൾ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിനാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുക. ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഷോ ഇല്ല എന്ന് വിചാരിക്കുക, പക്ഷേ ബിയുടെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക, ഇൻ ക്ലാസ് എ. കാരണം എന്താ, ബിയുടെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്, അപ്പോൾ ബിക്കാണ് അതൊരു പ്രിഫറൻസ് കൊടുത്തത്. ബി ചെന്ന് നോക്കിയപ്പോൾ ഷോ എന്നൊരു ഫംഗ്ഷൻ ഇല്ല, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എയിലെ കോൾ ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ
ഇതിനകത്ത് മെത്തേഡ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ആദ്യം കോൾ ചെയ്തത്. അപ്പോൾ ഇതിനാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുക. ഇവിടെ ഞാൻ ബിക്ക് പകരം എ എന്ന് കൊടുക്കുകയാണ്. അതായത് റെഫറൻസ് ഞാൻ എയുടെയാണ് ഉണ്ടാക്കിയത്. ക്ലാസ് എ കഴിഞ്ഞിട്ട് അതിനൊരു റെഫറൻസ് ഉണ്ടാക്കി, എന്നിട്ട് ബിയുടെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ബി എന്ന് കിടക്കുന്ന കൺഫ്യൂഷൻ ആണെങ്കിൽ ജസ്റ്റ് OBJ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ OBJ. ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ നോക്കും. ഇതൊന്നുമില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ എയും റൈറ്റ് സൈഡിൽ ബിയും നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും. ഇതൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ ക്ലാസ് എയുടെ ഒരു റെഫറൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു, ബട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ് ബിയുടെ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ന്യൂ കഴിഞ്ഞ് ഏതാണോ കൊടുത്തത് അതിനാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ഒബ്ജക്റ്റ്, അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എയുടെ ഒബ്ജക്റ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്തത്, ഇത് എയുടെ റെഫറൻസ് ആണ്. ന്യൂ ബി എന്ന് പറയുമ്പോൾ ബിയുടെ ഒബ്ജക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. മനസ്സിലായോ? എയുടെ റെഫറൻസും ബിയുടെ ഒബ്ജക്റ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബിക്കകത്തെ മെത്തേഡെ കോൾ ആവത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡൈനാമിക് ബൈൻഡിങ്. പിന്നെ വേറെ ഒന്ന് രണ്ട് റൂൾസ് കൂടി ഉണ്ട് ഈ ഓവർ റൈഡിങ്ങിന്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക്. അതായത് സ്റ്റാറ്റിക് മെത്തേഡ്സിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. നമുക്ക് നോക്കാം. എന്താ, ഇവിടെ ഞാനിപ്പോൾ സ്റ്റാറ്റിക് കൊടുക്കുകയാണ്, ഇവിടെയും സ്റ്റാറ്റിക് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് റൺ ചെയ്യണം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ഔട്ട്പുട്ട് വന്നുണ്ടോ, ഇൻ ക്ലാസ് എ. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് മെത്തേഡ്സിനെ ഒരിക്കലും നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ബിയുടെ ക്രിയേറ്റ് ചെയ്താലും, ഇപ്പോൾ നമുക്കിവിടെ മാറ്റി ബി എന്ന് കൊടുക്കാം. ബിയുടെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് ഈ മെത്തേഡിനെ ഒരിക്കലും നോക്കത്തില്ല. കാരണം എന്താ, ഈ മെത്തേഡിനെ അത് ഓവർ റൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നേരെ ബേസ് ക്ലാസ്സിൽ പോകും. അപ്പോൾ അവിടെ ഒരു മെത്തേഡുണ്ട്, അതിനെ മാത്രമേ അത് കോൾ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? സ്റ്റാറ്റിക് മെത്തേഡ്സിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ്, പ്രൈവറ്റ് മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതാ നമുക്കിതിവിടെ പ്രൈവറ്റ് ആക്കി നോക്കാം. പ്രൈവറ്റ്. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഒരു എറർ വരുന്നുണ്ടോ? കാരണം എന്താണ്, പ്രൈവറ്റ് മെത്തേഡ്സിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇത് കൺഫ്യൂസിങ് ആയിട്ടൊന്നുമില്ല. മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് വെച്ചാൽ ഒരു പാരന്റ് ക്ലാസ്സിലെ മെത്തേഡ് തന്നെ അതിൻ്റെ ബേസ് ക്ലാസ്സിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ഓവർ റൈഡിംഗ് എന്ന് പറയുക. പിന്നെ ഡൈനാമിക് ബൈൻഡിങ്, അതും ഇപ്പോൾ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു മെത്തേഡിനെ വിളിക്കുമ്പോൾ രണ്ട് ക്ലാസ്സിലും സെയിം മെത്തേഡ് ഉണ്ടെങ്കിൽ ഏതിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ആ ക്ലാസ്സിലെ മെത്തേഡിനായിരിക്കും അത് പ്രിഫറൻസ് കൊടുക്കുക. ആ മെത്തേഡ് അവിടെ ഇല്ലെങ്കിൽ മാത്രമേ ബേസ് ക്ലാസ്സിന് പ്രിഫറൻസ് കൊടുക്കുള്ളൂ. അതാണ് ഡൈനാമിക് ബൈൻഡിങ്. പിന്നെ പ്രൈവറ്റും സ്റ്റാറ്റിക് മെത്തേഡ്സിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് മെത്തേഡ്സിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെത്തേഡ് ഓവർ റൈഡിങ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.